കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിന്റെ ഈ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കല്ലേ. ഞാനിതാ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പം ഇതാ നമ്മളിപ്പോൾ പറമ്പിലേക്ക് വന്നിരിക്കുക. അപ്പോൾ ഈവനിങ് ടൈമിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ഒരു ചൂടൊന്ന് നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നല്ല ചൂട് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ അത്ര ഒരു ചൂടിൻ്റെ എഫക്റ്റ് ഒന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പൊതുവെ നല്ല ചൂട് തന്നെ ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമുക്ക് അട്ടപ്പാടിൽ കുറച്ച് ചൂട് കുറവുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പറമ്പിൽ വന്ന് വേറെ നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഏലവും നമ്മളിപ്പോൾ ഒരുക്കിയിട്ടില്ല. അപ്പോൾ ഒരുക്കാത്ത കാരണമല്ല, നല്ല ചൂടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചൂടത്ത് നമ്മൾ ഏലമൊക്കെ ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ശരവും ചിമ്പൊക്കെ പെട്ടെന്ന് നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചൂടൊന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയതിന് ശേഷം ഒരുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശരവും ചിമ്പൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ നല്ല തണുത്ത കാറ്റുകൂടി വീശുന്നുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ഈ ഒരു കാറ്റ് ഇപ്പോൾ വീശുന്നത് ഓക്കെ, പക്ഷെ ചില സമയത്ത് ഈ ഒരു കാറ്റ് വീശി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കർഷകർക്ക് അത് പണി കിട്ടാറുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു 2-3 ആഴ്ച മുന്നൊക്കെ ആയിട്ട് നല്ല മഴയും ഇടിയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പറമ്പിലായാലും നമ്മൾ നേന്ത്രവാഴയാണല്ലോ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതായത് വാഴയിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വാഴയൊക്കെ നമുക്ക് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഇവിടെ തന്നെ അടുത്തുള്ള ഒരുപാട് കർഷകർക്കും ഇതേപോലത്തെ വാഴകളൊക്കെ പോകുന്ന ഒരു നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കാറ്റും മഴയൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ നാട്ടിലേക്കൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ടാവും കുറച്ചിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് കാണിച്ചു തരാം. ശരിക്കാതെ സംഭവിക്കുന്ന ഈ ഒരു കാറ്റും മഴയൊക്കെ കാരണം നോക്കുക, ഈ കിടക്കുന്ന ഒരു വാഴയൊക്കെ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊലയ്ക്കാനായ ആ ഒരു അവസാന സ്റ്റേജിൽ നിന്നാണ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വാഴകളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊലച്ച വാഴകൾ ഫുള്ളായിട്ട് തന്നെ കാറ്റത്തൊന്നും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അത് കേരവള്ളിയാണ്. അപ്പോൾ ഈ ഒരു കേരവള്ളി വെച്ച് നന്നായിട്ട് തന്നെ വലിച്ച് കെട്ടിക്കൊടുക്കാറാണ്. അപ്പോൾ ഇത് എങ്ങനെ കെട്ടുകയെന്ന് വെച്ചാൽ ഇത് നമുക്ക് കേരവള്ളി റോളായിട്ട് അത്യാവശ്യം നല്ല ബണ്ടിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എന്നാലും നമുക്ക് അത്യാവശ്യം ബണ്ടിൽ വേണം നമ്മുടെ പറമ്പിലേക്ക്. എന്തായാലും അങ്ങനെ കുറച്ച് വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു വള്ളിയൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുറിച്ചെടുത്തുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 5 മീറ്റർ നീളം വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ മുറിച്ചെടുത്തുള്ളത്. അപ്പോൾ എല്ലാ വള്ളികളും 5 മീറ്റർ കറക്റ്റ് നീളം വരുന്ന രീതിയിൽ ഒരേ ലെവലാക്കിയിട്ട് മുറിച്ചെടുത്തതാണ്. നമ്മളെ ഓരോ വാഴയ്ക്ക് 3 വള്ളി എന്നുള്ള കണക്കിലാട്ടോ നമ്മൾ വാഴയിൽ കെട്ടാൻ വേണ്ടിയിട്ട് വള്ളി എടുക്കാറ്. അപ്പോൾ ഇത് അങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള ഒരു വള്ളിയാണ്. അപ്പോൾ 3 ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കെട്ടി വെച്ചിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വലിച്ച് കെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ കെട്ടാനുള്ള എല്ലാ കുഴച്ച വാഴകളും ഫുള്ളായിട്ട് ഇതേപോലെ 3 വള്ളി ഇട്ടിട്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൺഫ്യൂഷൻ വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിതാ ഏണിയൊക്കെ എടുത്തിട്ട് വന്ന് ഏണിയൊക്കെ വെച്ച് നമ്മൾ പൊക്കത്ത് കയറിയിട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വലിച്ച് കെട്ടാറുണ്ട്. അപ്പോൾ 3 ഇട്ട് കെട്ടുമ്പോൾ 3 വശങ്ങളിലേക്ക് നന്നായിട്ട് വലിച്ച് കെട്ടുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ കൊലയ്ക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് കാറ്റടിച്ചാലും ഒന്നും നമുക്ക് പെട്ടെന്നൊന്നും പോയിടും. അപ്പോൾ അങ്ങനെ നമ്മൾ സേഫായിട്ട് കുറച്ച് വാഴകളൊക്കെ അത് നിർത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതാട്ടോ ഈ ഒരു വള്ളി ഇട്ടതൊക്കെ. ഈ ഒരു വള്ളി ഇട്ടതൊക്കെ നമുക്ക് ഏണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് നേരെ വലിച്ചൊന്ന് കെട്ടാനുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് വള്ളി കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ വള്ളി നമുക്ക് ബാക്കിയുള്ള വാഴകളിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ബാക്കി പരിപാടികളൊന്നും ചെയ്യാം. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണാം. കെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കെട്ടി വെച്ചിട്ട് ഒരു വാഴയുടെ ഒരു വള്ളി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒന്ന് അയച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇരുമ്പേണി കൊടുന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് മേളിൽ കയറാൻ വേണ്ടിയിട്ട്. ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്നാലും നമ്മൾ ഏണി വെച്ചിട്ടാണ് ഇവിടെ കയറി കെട്ടാറുള്ളത്. അപ്പോൾ ഇരുമ്പേടിയാണ്. അതുപോലെ തന്നെ 2 ഭാഗത്തേക്കും ഒരു നമുക്ക് ചവിട്ടി കയറാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് ഐശ്വര്യമായിട്ടങ്ങ് വാഴ കെട്ടാൻ കയറാം. ഇതാ നമ്മൾ മേളിലെത്തിയിട്ടുണ്ടേ. ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് കയറാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വശത്തിന് കെട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വള്ളി നമുക്ക് ഇങ്ങോട്ടേക്ക് കെട്ടിയിടാം. അങ്ങനെ ഈ ഭാഗത്തേക്കുള്ള വള്ളി നമ്മൾ സെറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് അടുത്ത ഭാഗത്തേക്ക് കെട്ടാൻ പോവാണ്. മൂന്ന് സൈഡിലേക്ക് നന്നായിട്ട് വലിച്ചു കെട്ടിയാലേ വാഴ നന്നായിട്ട് സ്ട്രോങ് ആയി നിൽക്കുള്ളൂ. അതേപോലെ നമ്മളിപ്പോൾ കെട്ടി കൊടുക്കുന്ന ഈ ഒരു കെട്ടും നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടണേ. പെട്ടെന്ന് ഊരി പോവാത്തൊരു കെട്ട് വേണം കെട്ടാൻ വേണ്ടിയിട്ട്. നല്ല കുടുക്കായിട്ട് ഇരുന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് ഈ വള്ളി നമുക്ക് ഫ്രണ്ടിലേക്ക് വലിച്ചു കെട്ടാൻ രീതിയിലാണ് ഞാൻ എന്താ ഇവിടെ കെട്ടി കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് കുറച്ച് ഇറക്കി കെട്ടിയാൽ മതി.
അങ്ങനെ നമ്മൾ 3 വള്ളി നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മൂന്ന് സൈഡിലേക്കാട്ടോ കെട്ടിരിക്കുക. പിന്നെ നമുക്ക് 3 സൈഡിലേക്കുള്ള മരങ്ങളിലേക്ക് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാഴ നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുക. അതേപോലെ നമുക്ക് ബാക്കിയും കൂടി കെട്ടി കൊടുക്കാണ്ടിരുന്നാലും നമുക്ക് ഇത് അതൊക്കെ നന്നായിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് കൊലച്ച് തുടങ്ങി. ചിലപ്പോൾ തീ എടുത്ത് കൊലച്ചിട്ടേ ഉള്ളൂ. എന്നാലും നന്നായിട്ട് കൊലയൊക്കെ അവിടെ വളരട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ ഏണി കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്ത് കെട്ടാനുള്ള വാഴയിലേക്ക് നമ്മൾ ചാരി വെച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇനി അടുത്തൊരു പരിപാടി, നമ്മൾ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ള വള്ളി ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് വലിച്ച് കെട്ടാനുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വള്ളി നന്നായിട്ട് വലിച്ച് കെട്ടാം. അവിടെ തന്നെ കവുങ്ങ് മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന കവുങ്ങിലേക്കാണ് വലിച്ച് കെട്ടാൻ വേണ്ടി പോകുന്നത്. ഒരു വള്ളി നമ്മൾ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം നമ്മുടെ വാഴയ്ക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സ്ട്രെയിറ്റ് ആയി തുടങ്ങിയിട്ട് നമ്മുടെ വാഴ. അപ്പോൾ 3 വള്ളി കൂടി നന്നായിട്ട് വലിച്ചു കെട്ടുമ്പോഴത്തേനും അത്യാവശ്യം നല്ല സെറ്റായിട്ട് വന്നോളൂ. ഈ ഒരു വള്ളി നമ്മൾ ഇങ്ങോട്ടേക്കാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കെട്ടാൻ വേണ്ടി മരമുണ്ട്. അപ്പം നമുക്ക് ഇതിൽ കൊടി കയറി പോയിട്ടുണ്ടേ. അപ്പോൾ കൊടിക്ക് വലിയ ഇതൊന്നും പറ്റാത്ത രീതിയിൽ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. പരമാവധി നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചു കെട്ടാം. അപ്പോൾ ഈ ഒരു വള്ളി നമുക്കിവിടെ അടുത്ത് തന്നെ മരങ്ങളുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പം ഞാൻ 2 ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കുമല്ലോ ഗൈസ്. അപ്പോൾ ഞാൻ നിന്നത് അത്യാവശ്യം നല്ലൊരു തിട്ടിൻ്റെ സൈഡാട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്തിട്ടാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ചൊരു മണ്ണൊക്കെ നല്ല ലൂസായി കിടക്കുവാണേ. താഴെ പോയേനെ. അങ്ങനെ നമുക്ക് ഒരു വള്ളി കൂടി കെട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ വാഴ കെട്ടുന്ന രീതിയാട്ടോ നമ്മളിപ്പോൾ ഇതിലൂടെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് താഴെ നമുക്ക് മരം ഉണ്ടല്ലോ. അപ്പം എന്തായാലും അതിലേക്കൊന്ന് വലിച്ചു കെട്ടാം. 2 കെട്ടി കിട്ടിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല ഉഷാറായിട്ടുണ്ട് വാഴ. നമുക്കിതാ ഈ ഒരു മുരിക്കുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മുരിക്കിലേക്ക് കെട്ടാം. നമ്മുടെ ഈ ഒരു വാഴ കെട്ടി നമ്മൾ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ള വാഴകളോട് ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ 3 കെട്ടി കൂടി കെട്ടിയപ്പോൾ നമ്മുടെ വാഴ നല്ല ഉഷാറായി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോന്റെ തുടക്കം തൊട്ട് കണ്ട കൂട്ടുകാർക്ക് അറിയാമെങ്കിൽ ഈ ഒരു വാഴ നമ്മൾ കെട്ടുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത്. മറ്റേത് കുറച്ചിങ്ങനെ ചരിവൊക്കെ ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ നല്ല രീതിയിൽ കാറ്റടിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വാഴ പോയില്ല. കാരണം 3 സൈഡിലേക്കും നല്ല സ്ട്രോങ് ആയിട്ട് വലിച്ചു കെട്ടിയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 1-2 കെട്ടൊക്കെയാണെങ്കിൽ പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ശരിയാനൊക്കെ ചാൻസ്. അപ്പോൾ 3 കെട്ട് നല്ല സ്ട്രോങ് ആയി കൊടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് സേഫാണ് ഈ ഒരു വാഴ. അപ്പം എന്തായാലും ബാക്കിയൂടെ കെട്ടാലേ. ഇനി ഗൈസ് നമ്മളിതാ ഈ ഒരു ലെവലിൽ നമ്മുടെ ബാക്കിയുള്ള വാഴകളോട് ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ആയിട്ടൊന്നും അല്ല കേട്ടോ. ഒരു ഇതെല്ലാം കൊലച്ച് നിൽക്കണം. അവിടെ കുറച്ച് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ ഒരു പണിയൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏലമൊക്കെ ഇപ്പോൾ ഒരുക്കാതെ കിടക്കുവാണ്. അപ്പോൾ ഏലം നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ കരിഞ്ഞ ഒരുപാട് ഇലകൾ നമുക്ക് എടുത്ത് കളയാനുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റിലും കുറച്ച് കാടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കളയാൻ നിർത്തിയിരിക്കുന്ന വേറൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെയിലായിരുന്നു. അപ്പോൾ ഈ ഒരു വെയിലത്ത് നമ്മൾ ഏലത്തിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏലത്തിൻ്റെ ചൂട്ടിലുള്ള കാടും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സൂര്യൻ്റെ ചൂട് നമ്മുടെ ആ ഒരു ചിമ്പിലേക്കൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഏലത്തിൻ്റെ പുതുതായിട്ട് വരുന്ന ചിമ്പുകളും ഇപ്പോൾ പഴയ തന്നെയാണെങ്കിലൊക്കെ ഉണങ്ങി പോകാനും അതുപോലെ തന്നെ ശരമൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ
അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാതെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വേനൽ മഴയൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി പതുക്കെ ആ ഒരു പണിയിലേക്ക് ഒന്ന് കിടക്കണം. അങ്ങനെ നമ്മുടെ വാഴവള്ളിയൊക്കെ നന്നായിട്ട് കെട്ടി കയറി വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഗൈസ് നമുക്കൊരു സന്തോഷമുള്ള കാര്യം കാണുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു കൊടി തന്നെയാണ്. കാരണം ഇത് നമ്മൾ കഴിഞ്ഞ ജൂൺ മാസം ലാസ്റ്റിൽ നട്ടു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നട്ട് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ആവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ഇതിൽ തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ്. നമുക്ക് 2 തിരി ഇട്ടിട്ടതാ ഇപ്പുറ സൈഡിലും ഇട്ടിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് പടർന്ന് കയറട്ടെ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ചുറ്റി കയറുന്നതനുസരിച്ച് ഇതാ ഇവിടെ നമ്മൾ വള്ളി വെച്ച് കെട്ടി കൊടുത്തപ്പോൾ ഈ ഒരു വള്ളിയൊക്കെ നമുക്ക് ഇനി അടുത്തത് കെട്ടി കൊടുക്കാൻ വേണ്ടി ആയിട്ട് നമുക്കിത് ഇങ്ങനെ താഴേക്ക് തൂങ്ങി ഇറങ്ങും. നമ്മളിപ്പോൾ കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് അധികം വൈകാതെ തന്നെ കെട്ടി കൊടുക്കണം. ഇതൊക്കെ കെട്ടാൻ വേണ്ടി നമ്മളെപ്പോഴും ഇതേപോലത്തെ ചൂടിക്കയറുകളാണ് നമ്മുടെ പറമ്പിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കയർ കൊണ്ടൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൊടി അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് പോകാനും പിന്നെ അതിൻ്റെ വളർച്ചേനൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതേപോലത്തെ നമ്മുടെ ഇതൊക്കെ ചകിരിയുടെ ആണല്ലോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഒരു ഓർഗാനിക്കും ആണ്. മാത്രമല്ല കൊടിവള്ളിയും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു നട്ടു കൊടുത്തിട്ടുള്ള ഈ ഒരു മരം ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മരമൊക്കെ നന്നായിട്ട് വണ്ണം വെക്കുന്നതനുസരിച്ച് ഈ ഒരു വള്ളി തനിയെ പൊട്ടിപ്പോക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കൊടിക്കായാലും പ്രത്യേകിച്ച് നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കാതെ തന്നെ ഒരു വേരുകൾ പോലും ഒന്നും പറ്റാതെ തന്നെ നല്ല സേഫ് ആയിട്ടിരുന്നോളും. അപ്പോൾ അതേപോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ള ഒരു കൊടിയാട്ടോ ഈ മേളിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്നത്. അപ്പോൾ ഈ മേളിലേക്ക് കുറച്ച് കെട്ടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴേക്ക് നല്ല കെട്ടി സേഫ് ആക്കി നിർത്തിയിരിക്കുകയാണല്ലോ. നമ്മുടെ പറമ്പിൽ ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ള നമ്മുടെ കൊടികൾ ഫുള്ളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പാകി മുളപ്പിച്ചതാട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് മുളപ്പിച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടുകൂടെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുക. കാരണം നമ്മൾ അങ്ങനെ പാകി മുളപ്പിച്ച് നമ്മുടെ കൃഷിയിടത്തിൽ കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നന്നായിട്ട് വേര് പിടിച്ച ഒരു വള്ളികളാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നട്ടു കൊടുക്കുമ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ അത് വളരുകയും ചെയ്യും. അതേപോലെ തന്നെ പെട്ടെന്ന് ചീഞ്ഞ് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അങ്ങനെ നട്ടിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അങ്ങനെ ഇതാ നമ്മൾ എന്തായാലും വന്നപ്പോൾ ഒരു ഈവനിങ് ടൈം ആയല്ലോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടികൾ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കും ആ തുടക്കത്തെ ഒരു ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോൾ വേറെ നേരം നന്നായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിൽ പോയിട്ട് അപ്പോൾ കുറച്ച് ചപ്പൂടി എടുക്കാണ്ട് മൊയല്ല. അപ്പോൾ എന്തായാലും അതുകൂടി എടുത്ത് നമ്മൾ നേരെ വീട്ടിൽ പോകുക. എന്തായാലും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മളിരുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.